സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. ദീർഘനാളായി കുടിശ്ശികയായിരുന്ന ക്ഷാമാശ്വാസം എന്നിവ മുൻകാല പ്രാബല്യത്തോടെ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന സന്ദേശമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത്. സാധാരണയായി സർക്കാർ DA അനുവദിക്കുമ്പോൾ അത് ഉത്തരവിറങ്ങുന്ന തീയതി മുതൽ നടപ്പിലാക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഉത്തരവ് വ്യത്യസ്തമാകുന്നത് അതിലെ മുൻകാല പ്രാബല്യം എന്ന പ്രത്യേകത കൊണ്ടാണ്. മുൻപ് പലപ്പോഴായി അനുവദിച്ച DA ഗഡുക്കൾ അവ യഥാർത്ഥത്തിൽ നൽകേണ്ടിയിരുന്ന തീയതി മുതൽ കണക്കാക്കി കുടിശ്ശിക നൽകാനാണ് തീരുമാനം. 11ാം ശമ്പള പരിഷ്കരണത്തിന് ശേഷം പല ഘട്ടങ്ങളിലായി DA കുടിശ്ശികയായി നിന്നിരുന്നു. ഈ കുടിശ്ശിക കാലയളവിലെ തുക കൃത്യമായി കണക്കാക്കി ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് ജീവനക്കാർക്ക് ലഭിക്കാനുള്ള മൊത്തം ആനുകൂല്യത്തിൽ വലിയൊരു വർധനവുണ്ടാക്കും. കുടിശ്ശിക തുക ഒറ്റയടിക്ക് വിതരണം ചെയ്യുന്നത് സംസ്ഥാന ഖജനാവിന് വലിയൊരു ബാധ്യതയാകുമെന്നതിനാൽ അത് 8 ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള ആദ്യ ഗഡുക്കൾ വരുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്തു തുടങ്ങും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ ഈ കുടിശ്ശിക വിതരണത്തിനായി പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ട്. ഈ നടപടിയിലൂടെ സർക്കാരിന് സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും അതേസമയം ജീവനക്കാർക്ക് തങ്ങളുടെ കുടിശ്ശിക ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താനും സാധിക്കും. ഈ പുതിയ ഉത്തരവ് കേവലം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് സംസ്ഥാനത്തെ വിപുലമായ ഒരു വിഭാഗത്തിന് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സ്കൂൾ അധ്യാപകർക്കും കോളേജ് അധ്യാപകർക്കും ഈ ആനുകൂല്യം ലഭിക്കും. UGC AICTE സ്കെയിലിലുള്ള ഉൾപ്പെടുന്ന അധ്യാപകർക്കും ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകും. മെഡിക്കൽ കോളേജ് അധ്യാപകർക്കും ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്കും കുടിശ്ശിക ലഭിക്കും. സർവീസിൽ നിന്ന് വിരമിച്ച ലക്ഷക്കണക്കിന് ക്ഷേമക്കാർക്കും ക്ഷാമാശ്വാസത്തിന് കുടിശ്ശിക ലഭിക്കുന്നത് വാർദ്ധക്യകാലത്തെ വലിയൊരു സാമ്പത്തിക താങ്ങായി മാറും. സംസ്ഥാനത്തെ ശമ്പള പരിഷ്കരണ ചരിത്രത്തിൽ ക്ഷാമബദ്ധ വിതരണത്തിന് കൃത്യമായി ചില ഘട്ടങ്ങളുണ്ട്. 2021 ഏപ്രിൽ മാസത്തിലാണ് 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി 7% DA അനുവദിച്ചത്. പിന്നീട് 5 തവണകളായി ഓരോ ഗഡു വീതം DA നൽകി. ഏറ്റവും ഒടുവിൽ ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി 13% DA അനുവദിച്ചിരുന്നു. ഇങ്ങനെ പലപ്പോഴായി അനുവദിച്ച തുകകൾ പലതും കുടിശ്ശികയായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയ ഉത്തരവ് ഈ കുടിശ്ശികയ്ക്കൊപ്പം നിയമപരമായി സാധുത നൽകുകയും അവ വിതരണം ചെയ്യുന്നതിനുള്ള കൃത്യമായ ടൈം ടേബിൾ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫണ്ട് വിഹിതത്തിൽ കുറവുണ്ടായതും വായ്പാ പരിധി വെട്ടിക്കുറച്ചതും കേരളത്തെ വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ DA കുടിശ്ശിക നൽകുന്നത് സർക്കാർ ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്ന് വിവിധ സംഘടനകൾ ആരോപിക്കുന്നു. എന്നാൽ പുതിയ ഉത്തരവിലൂടെ ഈ ആരോപണങ്ങൾ സർക്കാർ മറുപടി നൽകിയിരിക്കുകയാണ്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം ഘട്ടം ഘട്ടമായി കുടിശ്ശിക നൽകുന്നത് വഴി ജീവനക്കാരുടെ പ്രതിഷേധം തണുപ്പിക്കാനും അതോടൊപ്പം ട്രഷറിയുടെ ബാലൻസ് നിലനിർത്താനും സർക്കാരിന് സാധിക്കും. 2026-27 വർഷത്തെ ബഡ്ജറ്റിൽ കുടിശ്ശിക വിതരണത്തിനായി പണം മാറ്റിവെച്ചത് സർക്കാരിന്റെ ആസൂത്രണ മികവായി വിലയിരുത്തപ്പെടുന്നു. സർക്കാർ തീരുമാനത്തെ ഭൂരിഭാഗം സംഘടനകളും സ്വാഗതം ചെയ്തുവെങ്കിലും 8 ഗഡുക്കളായി വിതരണം ചെയ്യുന്നത് വൈകിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന വിമർശനം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നിരുന്നാലും കുടിശ്ശികയ്ക്ക് മുൻകാല പ്രാബല്യം നൽകിയതും അത് നൽകുമെന്ന് രേഖാമൂലം ഉത്തരവിറക്കിയതും ജീവനക്കാർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണിത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ 8 ഗഡുക്കളായി കുടിശ്ശിക ലഭിക്കുന്നതോടെ ജീവനക്കാരുടെ സാമ്പത്തിക ആസൂത്രണങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൈവരും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും ഭരണനിർവഹണത്തിലും സജീവമായി ഇടപെടുന്ന ജീവനക്കാർക്ക് നൽകുന്ന ഈ അംഗീകാരം ഭാവിയിൽ സിവിൽ സർവീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. DA DR കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കാനുള്ള തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറും. കേരളത്തിലെ ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരും അത്ര തന്നെ വരുന്ന പെൻഷൻകാരും അവരുടെ കുടുംബങ്ങളും ചേർന്നാൽ ഏതൊരു തിരഞ്ഞെടുപ്പിന്റെയും വിധി നിർണ്ണയിക്കാൻ ശേഷിയുള്ള വലിയൊരു വോട്ട് ബാങ്കാണിവർ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആനുകൂല്യങ്ങൾ വൈകിപ്പിക്കുന്നതിനെ ചൊല്ലി ജീവനക്കാർക്കിടയിൽ നിലനിന്നിരുന്ന ശക്തമായ അമർഷം ഈ പ്രഖ്യാപനത്തോടെ ഒരു പരിധിവരെ തണുപ്പിക്കാൻ സർക്കാരിന് സാധിക്കും. കുടിശ്ശിക 8 ഗഡുക്കളായി നൽകുമെന്ന തീരുമാനം വരും വർഷങ്ങളിൽ ഈ വോട്ട് ബാങ്കിനെ സർക്കാരിനോട് ചേർത്ത് നിർത്താനുള്ള തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ എന്ന പ്രതിച്ഛായ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത് LDFനെ സഹായിക്കും. മറുവശത്ത് ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നും 8 ഗഡുക്കളായി നൽകുന്നത് വെറും വാഗ്ദാനങ്ങളാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എങ്കിലും കൃത്യമായി ഉത്തരവിറക്കി ബഡ്ജറ്റിൽ പണം വകയിരുത്തിയത് സർക്കാരിന് പ്രതിരോധം എളുപ്പമാക്കും. ചുരുക്കത്തിൽ മണ്ഡലങ്ങളിലെ നിശബ്ദ വോട്ടർമാരായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ ഈ തീരുമാനം നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നത് ഉറപ്പാണ്.